മലയാളിയായ ബോബി. എല്ലാവർക്കും അറിയാവുന്ന പോലെ കാഠ്മണ്ഡു പോയാലും, ലുംബിനി പോയാലും, ചിത്വാനി പോയാലും, പൊക്കറ പോയാലും, അന്നപൂർണ ബേസ് ക്യാമ്പിൽ പോയാലും, എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോയാലും എല്ലായിടത്തും മലയാളികൾ തേടി വരാറുണ്ട്. ഒരുപാട് മലയാളികൾ കാഠ്മണ്ഡുവിന്റെ തന്നെ വന്നു. ഇന്ന് നമ്മുടെ കൂടെ രണ്ടുപേരും കൂടി ഉണ്ട്. അത് ഒന്ന് ഫേമസ് ആണ് ആള്, മിക്കവരും കണ്ടിട്ടുണ്ടാവും. കോമഡി ഉത്സവം വോഡാഫോണിലെ കുറെ വർഷം മുമ്പ് സ്റ്റേജിലായിരുന്നു ഫോക്കസ് ചെയ്തത്. പിന്നെ ജീവിത സാഹചര്യം വെച്ചിട്ട് മെയിൻ സ്ട്രീമിലൊന്നും വരാൻ പറ്റിയില്ല. പക്ഷെ പാരലായിട്ട് കണ്ട പുസ്തകം എഴുതി, പിന്നെ പ്രോഗ്രാംസ് സ്റ്റേജ് കലാകാരനാണ് ശരിക്കും പോകുന്നുണ്ടോ? അതെ, ഞാൻ നിങ്ങളെക്കാൾ വലിയ സന്തോഷത്തില്ല ഞങ്ങള്. കാരണം ലോകത്ത് എവിടെ പോയാലും ഒരു മലയാളി ഉണ്ടാവും നമ്മൾ അഭിമാനത്തോടെ പറയാറുണ്ട്. പക്ഷെ അവിചാരിതമായിട്ടാണ് കാഠ്മണ്ഡുവിലെ ഈ തമിഴിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് സൈഡിൽ നിന്ന് മലയാളം കേൾക്കുക. അപ്പോ എന്റെ സുഹൃത്ത്, അദ്ദേഹം പിന്നെ വർഷങ്ങളായിട്ട് ഇവിടെ വരുന്ന ആളാണ്. പെട്ടെന്ന് ഞങ്ങൾ മലയാളം കേട്ടപ്പോ ഭയങ്കര സന്തോഷം. ഒരു വേനൽ പെയ്യുന്ന മഴയുടെ സന്തോഷം അപ്പൊ ആശയ്ക്ക് ഓടി വന്നിട്ട് സാധനം കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. മലയാളികളുടെ ഒരു കോഡ് അത് ഭയങ്കര ആ ഒരു പരിചയപ്പെട്ടു. പിന്നെ നിങ്ങളോട് ഞാൻ ചോദിച്ചു നിങ്ങളെ പേരെന്താന്ന് ചോദിച്ചു. കാരണം എനിക്ക് നിങ്ങളെ നല്ല മുഖപരിചയമുണ്ട്. അപ്പൊ എന്നെ അറിയത്തില്ലേ, ഞാനിങ്ങനെ ബോബി എന്ന് പറഞ്ഞപ്പോ അയ്യോ, അപ്പോഴാണ് ഭയങ്കര സന്തോഷം. കാരണം മലയാളിയെ കണ്ടു എന്നതിനപ്പുറം ഏതൊരു മലയാളികൾക്കും ഇവിടെ വരുമ്പോ ഞാൻ അറിഞ്ഞ ഒരു ബോബി എന്ന് പറയുന്ന ആള് നേപ്പാളിൽ വരുന്ന മലയാളികൾക്ക് ഒരു വെളിപ്പാട് അകലെ കിട്ടുന്ന ഒരാളാണ്. എന്ത് സഹായത്തിനും നമുക്ക് തന്നെ ഇപ്പോ ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുന്ന സമയത്തൊക്കെ അതിന്റെ വഴികൾ പറഞ്ഞു കൂടെ വന്ന ഒരാളാണ്. അപ്പൊ പരിചയപ്പെടാൻ കഴിഞ്ഞു. നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും നമ്മളുടെ കാര്യങ്ങൾ. പിന്നെ മറ്റേത് നമ്മൾ ATM വിട്ടുവരുമ്പോ 850 റുപ്പീസാണ്. ഇത് ഇവര് കുറെ നാളായിട്ട് ഇവിടെ നേപ്പാളിൽ ഉണ്ട്. ഇവര് എന്താ ബിസിനസ് ആവശ്യത്തിനൊക്കെ വന്നതാണ്. അപ്പൊ ഇവര് ഇന്നലെ ആദ്യമായിട്ട് കണ്ടു. എല്ലാ മലയാളികൾക്കും ഉള്ള പോലെ ഞാൻ പറയാറുള്ളത് പോലെ നമ്മുടെ ATM കാർഡ് ഇവിടെ വർക്കാവാതെ വരും. എയർപോർട്ടിൽ വന്നിറങ്ങി കഴിഞ്ഞാൽ പൈസ എടുക്കാതെ വരും. അപ്പൊ നമ്മൾ പെട്ടെന്ന് പതറിപ്പോവും. നേപ്പാൾ ബോർഡറിലൊക്കെ പെട്ടെന്ന് നമുക്ക് പൈസ മാറാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. പക്ഷെ നമ്മളൊക്കെ ഒരു കുറച്ച് പൈസ മാറുള്ളൂ. പൈസ തീർന്നു ഇത് മതിയാവും എന്ന് വിചാരിച്ച് നമ്മൾ എടുത്ത് മാറും. നേപ്പാളിന്റെ ഉള്ളിൽ എത്തി കഴിയുമ്പോൾ മാറാൻ പറ്റില്ല. അങ്ങനെ പ്രശ്നങ്ങൾ വരും. എയർപോർട്ടിൽ വന്നാലും കഴിഞ്ഞാൽ പാടില്ല. അങ്ങനെ ഇവർക്കും പ്രശ്നം വന്നു. അങ്ങനെ ഇവർക്ക് ഞാൻ മാറി കൊടുത്തു, വഴി പറഞ്ഞു കൊടുത്തു. കറക്റ്റ് ടൈമാണ്. കാരണം എന്ത് ചെയ്യുന്ന അറിയാതെ നിൽക്കുക. കാരണം ഞങ്ങളോട് മണി ട്രാൻസ്ഫറിന്റെ 2 ഷോപ്പിൽ ചെന്നപ്പോ അവരോടുന്നത് അയ്യോ ഇന്ത്യൻ കറൻസി എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ 2-3 സ്ഥലങ്ങളിൽ ചോദിച്ചപ്പോ ഇന്ത്യൻ കറൻസി എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ഒരു ഓപ്ഷൻ ഇല്ലാതെ നിൽക്കുക. ആ കറക്റ്റ് ടൈമിലാണ് നമ്മൾ ബീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരു സമയത്ത് നിങ്ങൾ ആരോ അവിടെ കൊണ്ടുവന്ന് വെച്ച പോലെ അത് വലിയ സന്തോഷം. മാത്രമല്ല ഞാൻ നിങ്ങളതിൽ കണ്ട ഏറ്റവും വലിയൊരു ഇത് പറഞ്ഞത് ഞാൻ നിങ്ങള് വെറുതെ ഇരിക്കുന്നതും ഈ മുഖത്ത് ചിരിയിലാണ് ഞാൻ കണ്ടത്. 2 ദിവസം കണ്ടപ്പോൾ ഫുൾ ടൈം നിങ്ങളെ എനർജറ്റിക് ആണ്, ആക്റ്റീവ് ആണ്. മാത്രമല്ല 20 വർഷമായിട്ട് എത്രയോ വിദേശ രാജ്യങ്ങൾക്ക് ജോലി തേടി പോകുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. പക്ഷെ 20 വർഷമായിട്ട് നേപ്പാളിൽ നിങ്ങൾ ഇവിടെ നിൽക്കുന്നു. ഇവിടെ ഒരു മലയാളി എന്നുള്ള ഒരു അഭിമാനത്തോടെ നിൽക്കുന്ന ഇവിടെ വരുന്ന ഓരോ മലയാളികൾക്ക് തോന്നുന്നു സിനിമയുടെ ആളുകൾ വരുമ്പോൾ അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ വരുമ്പോൾ അത് ഏറ്റവും രസം തന്നെയാണ്. ടൂറിസ്റ്റ് പറയുമ്പോൾ പിന്നെ പല ആളുകളും നമ്മളെ ടൂറിസ്റ്റുകളൊക്കെ പാക്കേജുകൾ കൊണ്ടുവരും. ഈ നമ്മുടെ നാട്ടിൽ കുറെ ആളുകളുണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ തൂങ്ങി പിടിച്ച് ബസ്സിലൊക്കെ പോയിട്ട് നേപ്പാളിൽ എത്തുന്ന ശ്രമിക്കും. ഇവിടെ എത്തിയിട്ട് അവരെ എടുക്കുന്ന വീഡിയോ തരും. വെറും 5000 രൂപ ഉണ്ടെങ്കിൽ നേപ്പാളിൽ എത്താം സുഹൃത്തുക്കളെ എന്നൊരു സാധനം കാണുമ്പോ ഇത് കാണുന്ന ആളുകൾ അടുത്ത പരിപാടിക്ക് വരെ എവിടുന്നെങ്കിലും ഒരു 5000 തരപ്പെടുത്തിയിട്ട് ബസ് കയറും. പക്ഷെ അടുത്ത് നിന്ന് സംഭവിക്കാൻ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ പറ്റും. അതാണ് വീഡിയോ ഞാൻ ഒത്തിരി പേര് വരാറുണ്ട്. കാരണം ഞാൻ 10-15 കൊല്ലമായിട്ട് കണ്ടോണ്ടിരിക്കുന്നതാണ്. കോവിഡിന് ശേഷമാണ് കൂടുതലും കാണുന്നത്. അപ്പൊ ഇവര് തന്നെ ഇപ്പൊ പൈസ മാറാൻ ഇന്നലെ ബുദ്ധിമുട്ടി കറക്റ്റ് ഞാനിത് പറഞ്ഞു കൊടുത്തു, വഴി പറഞ്ഞു കൊടുത്തു. എന്ന് വിചാരിച്ചു ഞാനൊരു മണി എക്സ്ചേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആളൊന്നുമല്ല. മലയാളികൾ വരുമ്പോൾ നമുക്കാണെങ്കിൽ ഒരു സ്നേഹം ഉണ്ടാവില്ല. കാരണം പെട്ടെന്ന് നമ്മൾ മലയാളികൾ കാണുമ്പോൾ നമുക്കാണെങ്കിൽ അന്യനാട്ടില്ലേ, സ്വന്തം നാട്ടിൽ അത്ര അന്യനാട്ടിൽ കാണുന്ന സ്നേഹം അങ്ങനെ കണ്ട് പരിചയപ്പെട്ടവർക്ക് മാറിക്കൊടുത്തു. അപ്പോ ഇതാ കലാകാരനാണ്. ഒരുപാട് പേർക്ക് ചിലപ്പോൾ TV-യിലൊക്കെ കണ്ട് പരിചയം ഉണ്ടാവും. അദ്ദേഹം ഗായകനാണ്. എന്തായാലും എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവര് കുറെ നല്ല നേപ്പാളിൽ ഉണ്ടാവും. നമ്മുടെ ചിത്വാന്റെ വീട്ടിലൊക്കെ ഒന്ന് താമസിക്കും. ഇനി ഇവർക്ക് ബിസിനസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോകും. ഇൻഷാ അല്ലാഹ്. ഒരുപാട് സന്തോഷം. കാരണം ഒരു സൗഹൃദത്തിന് ആഴം ഉണ്ടാവാൻ കുറെ കാലങ്ങളൊന്നും വേണ്ടെന്ന് പറയുന്ന പോലെ ഞങ്ങൾ ഇവിടെ ഒരു ആവശ്യം വന്നപ്പോ ഇന്നും ഇന്നലെ നമ്മൾ പരിചയപ്പെട്ട ശേഷം ഒരാവശ്യം വരുന്ന സമയത്ത് ആദ്യം വിളിക്കുന്ന നമ്പർ നിങ്ങളുടെയാണ്. ഒരുപാട് സന്തോഷം പരിചയപ്പെടാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും ഈ സൗഹൃദം എന്നും നിലനിൽക്കട്ടെ. താങ്ക് യു. ഇൻഷാ അല്ലാഹ്.